എല്ലാവർക്കും സ്വാഗതം. ഇഫ്താറിന് ഇന്ന് നമുക്ക് ഉള്ളിവട തയ്യാറാക്കണം. നോമ്പ് കാലം ആയതുകൊണ്ടാണ് ഇഫ്താർ എന്ന് എടുത്തു പറഞ്ഞത്. ഇനി നോമ്പ് കാലം കഴിഞ്ഞാലും നമ്മൾ ഉള്ളിവടയും ഒക്കെ കഴിക്കും. പക്ഷേ അവിടെയൊക്കെ ഉള്ളിവട തയ്യാറാക്കുന്നത് കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഉള്ളിയും കീമയും മുട്ടയും ചേർത്തിട്ടാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാവധി പ്രമേഹത്തിൻ്റെ തോത് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മൈദയും കോൺഫ്ലവറും ഒക്കെ നമ്മുടെ പ്രമേഹത്തിൻ്റെ തോത് വർദ്ധിക്കും. പ്രമേഹ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കത്തില്ല. അതുതന്നെയാണ് ഇവിടുത്തെ അപകടവും. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുന്നത് പ്രമേഹ രോഗികൾക്കും BP ഉള്ളവർക്കും ഫാറ്റി ലിവർ ഉള്ളവർക്കും. ഇനി ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ സമയം നീട്ടുന്നില്ല, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കീറ്റോ ഉള്ളിവട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടുത്താം. ഇത് ഉള്ളി സാധാരണ നമ്മൾ ഉള്ളിവടയ്ക്ക് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം ബീഫിൻ്റെ കീമയുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കും. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ഒരു ശകലം ചേർക്കാം. ഇനി സ്പൈസസ് വേറെ ഏതെങ്കിലും നിങ്ങളുടെ സൗകര്യമുള്ളത് ചേർക്കുന്നെങ്കിൽ അതിന് വിയോജിപ്പൊന്നുമില്ല. പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ ആയിരിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റമദാനിൽ പൊരിച്ചതും വറുത്തതും ഒക്കെ കഴിക്കാൻ പാടില്ല എന്ന് പലരും പറയും. പക്ഷേ വെളിച്ചെണ്ണയിൽ നിങ്ങൾ പൊരിച്ചിട്ട് നമുക്ക് പറ്റിയ ഭക്ഷണം, അതായത് ഹൈ കാർബ്, അന്നജം, മധുരം ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം യഥാർത്ഥത്തിൽ. അത് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ അത്തരം നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കീമ നമ്മൾ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കും. ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതാണ് ഇത് നമുക്ക് ബോളാക്കി എടുക്കാനുള്ള ഉപാധി. സാധാരണഗതിയിൽ മൈദയാണ് ഉപയോഗിക്കുന്നത്. ഈ മൈദ ഉപയോഗിച്ചിട്ടാണ് അവർ. അപ്പോൾ ഇത് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് നമ്മളങ്ങ് യോജിപ്പിക്കണം. നമുക്ക് അതങ്ങോട്ട് ബോളാക്കിയിട്ട് മാറ്റാം. ബോളാക്കി മാറ്റി വെച്ച 2-3 പീസ് ട്രിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മളിങ്ങനെ ഉരുട്ടി റെഡിയാക്കി വെച്ചാൽ എണ്ണയിലേക്ക് വേഗത്തിലിടാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പൊരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. വെളിച്ചെണ്ണ ആയിരിക്കണം പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മുടെ പരിപാടി എണ്ണ പാകപ്പെട്ടോ എന്നുള്ളതാണ്. ചൂട് ഒരു ചെറിയ പീസ് അങ്ങോട്ട് ഇടുമ്പോൾ സംഗതി അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോളാക്കി വെച്ചേക്കുന്നത് എടുത്ത് ചട്ടിയിലോട്ടിടാം. അതൊരു സ്പൂണ് വെച്ചിട്ട് വേണം എടുത്തിടാൻ. സാധാരണ കൈവച്ച എല്ലാവരും എടുത്തിടുന്നത്. സ്പൂണ് വെച്ച് ഞാൻ ഇടുന്നതിൻ്റെ കാരണം, പണ്ടൊരിക്കൽ പെരുന്നാളിന് എൻ്റെ ഉമ്മ പൂരി ഉണ്ടാക്കിയപ്പോൾ കൈ പൊള്ളി. അന്ന് പേടിച്ചതാണ്. പിന്നെ ഇതുവരെ ആ പേടി മാറിയിട്ട്. ചട്ടിയിലോട്ട് മെല്ലെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. ചെറിയ തീയിൽ വേവിക്കണം. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ കളറൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. എപ്പോഴും ഇത്തരം ഭക്ഷണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതൊക്കെ നല്ല പരുവായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കീറ്റോ ഉള്ളിവട തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇഫ്താർ ടൈം ആകുന്നതേ ഉള്ളൂ. ആ സമയത്ത് കഴിക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്നതിന് മൈദയോ കോൺഫ്ലവറോ ഉപയോഗിച്ചിട്ടില്ല. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് തയ്യാർ ചെയ്തേക്കുന്നത്. നമ്മളിൽ ധാരാളം രോഗികളുണ്ട്. ഞാൻ ഓരോ രോഗത്തിൻ്റെയും പേര് എടുത്തു പറയുന്നില്ല, വരുന്ന വീഡിയോകളിലൊക്കെ നമുക്കത് ചർച്ച ചെയ്യാം. ഇവിടെ ഉള്ളിവട കഴിക്കുന്നത് എന്നാൽ കാർബില്ല. പ്രമേഹ രോഗികൾക്ക് കഴിക്കാം, ഫാറ്റി ലിവർ ഉള്ളവർക്ക് കഴിക്കാം. ഞാൻ ചില രോഗങ്ങളുടെ പേരൊന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏത് രോഗികൾക്കും യഥാർത്ഥത്തിൽ കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതാരും നോക്കാറില്ല. കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് കഴിക്കും. ഫാറ്റി ലിവറും ഈ മുകളിൽ പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതും ഒക്കെ രോഗത്തിൻ്റെ കാരണം ഈ ഭക്ഷണങ്ങളാണ്. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് ശകലം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു കീറ്റോ ഹോട്ടൽ തുടങ്ങണം. അത് GCCയിൽ വേണോ നാട്ടിൽ വേണോ എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയണം. ഇത്തരം ആരോഗ്യകരമായ റെസിപ്പികൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഇത്തരം വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം, പഠിക്കാം. അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് പറയാറായില്ല. ഇനി ഇത് വിളമ്പി കാണിക്കണം, എന്നിട്ട് ബാക്കി.
അപ്പം നമ്മുടെ ഉള്ളിവട അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും. സാധാരണ എല്ലാവരുടെയും ധാരണ ഉള്ളിവട ഒരുപക്ഷെ മൈദയോ കോൺഫ്ലവറോ ഒക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായ കാര്യങ്ങളൊന്നുമില്ല. 8-9 വർഷമായി ഗവേഷണം നടത്തുന്ന മേഖലയാണ് കീറ്റോയും അതിൻ്റെ ഭക്ഷണങ്ങളും. ഇതുപോലെ പല റെസിപ്പികളും വരാനുണ്ട്. ഇവിടെ ഇല്ലാത്ത ഒരു സാധനം പപ്പടവും പൊറോട്ടയും മാത്രമാണ്. അതിൻ്റെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഒപ്പം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.